ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലുള്ള ഒരു ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കുർത്തിയില്ലേ, നമ്മുടെ അലമാരയിലൊക്കെ എടുക്കാതെ വെച്ചിരിക്കുന്ന പഴയ കുർത്തിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുർത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു അടിപൊളി ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളാണ്, അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സ്ലീവ് ഒന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. അതിൽ നിന്ന് തന്നെ എടുക്കാം. അപ്പം ഞാൻ കുർത്തി എടുത്തിട്ടുണ്ട്. ആദ്യം ഞാനതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ആദ്യം നമുക്കതിൻ്റെ ലെങ്ത്ത് ഒന്ന് മുറിച്ചെടുക്കാം. ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് 26 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. അതിൻ്റെ കൂടെ ഞാനൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ മൊത്തം 27 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊരു 28 ചെസ്റ്റ് അളവുള്ള ഒരു കുട്ടിക്കാട്ടോ തയ്ക്കുന്നത്. അപ്പോൾ ആ 27.5-ൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ലിറ്റുള്ള ടോപ്പാകുമ്പോൾ ദാ ഇവിടെ ഇങ്ങനെ ജോയിൻറ്റ് വരും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തോ അല്ലെങ്കിൽ അഴിച്ചോ എടുക്കുക. ഞാനിപ്പോൾ അവിടെ വലിച്ച് കീറി എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡ് ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആക്കണം. കാരണം നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ട്ടോ വെട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഒരു പീസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ ഒരു സ്ലിറ്റ് പോലെ വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, വേണമെങ്കിൽ നിങ്ങൾക്കത് അഴിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ ബാക്കിൻ്റെ നെക്ക് വിഡ്ത്ത് ഞാനൊരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഷോൾഡർ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആം ഹോൾ നമ്മളവിടെ എടുക്കുന്നത് ഒരു 6.5 ഇഞ്ച് എടുക്കാം കേട്ടോ. 6.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് ബോക്സ് പോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ചെസ്റ്റ് അളവ് എന്ന് പറഞ്ഞത് 28 ഇഞ്ചാണ്. അതിൻ്റെ 4/1 പറയുമ്പോൾ 7 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 8.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പല്ല, ലൂസ്. അതിന് ശേഷം സെപ്പറേറ്റ് നമ്മളൊരു 1 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബോഡി ഷേപ്പ് വരുന്ന ഭാഗം ഒരു 12.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. മുകളിൽ നമ്മൾ 8.5 അല്ലേ കൊടുത്തത്, അപ്പോൾ താഴെ നമ്മളൊരു 7.5 7 കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒന്ന് ഷേപ്പ് ചെയ്തത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് അതും ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് ആ കോർണർ കണ്ടോ, ആ കോർണറിൽ നിന്ന് നമുക്കൊരു 2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ താഴ്ഭാഗം ഇല്ലേ, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. കുർത്തിയുടെയൊക്കെ താഴ്ഭാഗം കണ്ടിട്ടില്ലേ, ജസ്റ്റ് ഒരു കർവ് ഷേപ്പല്ലേ, അപ്പോൾ അതുപോലെ ഒന്ന് വരച്ചെടുക്കണം നമ്മൾ സെൻറ്ററിൽ നിന്ന്. അപ്പോൾ ആം ഹോൾ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ നെക്ക് നമ്മൾ വരച്ചില്ലായിരുന്നു. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച്, അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 3.5 ഇഞ്ചാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് കുർത്ത പോലെയുള്ള നെക്ക് മതി, ഇനി ഒരു 1.5 ഇഞ്ചൊക്കെ എടുത്ത് വെച്ചാൽ മതി. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. താഴ്ഭാഗവും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടാനായിട്ട്. അപ്പോൾ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഇത് ലൈനിങ് വരുന്ന ഭാഗം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കണം. നമുക്ക് ഫ്രണ്ടിൽ ഒരു ബോക്സ് പ്ലീറ്റ് പോലെ വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് അത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ വരച്ച ആ ലൈനില്ലേ, ആ ലൈനിൻ്റെ അപ്പുറത്തേക്ക് വേണം ബാക്ക് പീസ് വെച്ച് കൊടുക്കാനായിട്ട്. അതാ ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്കി അളവുകളെല്ലാം അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക് വരുന്നത്. നിങ്ങൾക്ക് ഫ്രണ്ട് നെക്ക് ഇനി കയറിയാണ് വേണ്ടതെങ്കിൽ കുറച്ച് കയറ്റി വരയ്ക്കാം. അതല്ല കുറച്ചുകൂടെ താഴേക്ക് വേണമെങ്കിൽ, ഇറക്കം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചും കൂടെ താഴേക്ക് കൂടുതൽ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് നമ്മൾ എത്രയാണ് എടുത്തത്, 3.5 അല്ലേ എടുത്തത്. അപ്പോൾ ഞാനൊരു 1 ഇഞ്ചും കൂടെ കൂട്ടി ഒരു 4.5 ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ റൗണ്ട് തന്നെ വരയ്ക്കണമെന്നില്ല കേട്ടോ, വേറെ ഏതെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെയും വരയ്ക്കാം. ഇനി ഞാൻ ആം ഹോൾ ഒന്ന് വരയ്ക്കുന്നുണ്ട്. ആ ഷേപ്പിൻ്റെ ഭാഗം വരയ്ക്കാൻ നമുക്കവിടെ തുണി അധികം ഇല്ലാത്തതിനാൽ നമ്മൾ ആ ഷേപ്പ് വരയ്ക്കുന്നില്ല. നമ്മൾ ലാസ്റ്റ് തയ്ക്കാൻ നേരത്ത് വരച്ചെടുക്കാം. ഇനി നമുക്കിപ്പോൾ വരച്ച ആ ലൈനില്ലേ, ആ ലൈനിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ റൗണ്ട് നെക്ക് തന്നെയാണ് അവിടെയും വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര വലിയ റൗണ്ട് നെക്കാലോ എന്ന് തോന്നും. പക്ഷെ നമ്മൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണ ലൈനില്ലേ, അത് നമുക്ക് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് അവിടെ അടിച്ചു പോകുമ്പോൾ കറക്റ്റ് നെക്കായിക്കോളും. ആം ഹോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഷേപ്പിൻ്റെ അവിടെ ഭാഗം ഞാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, അങ്ങനെ തന്നെ വിട്ടേക്കുകയാണ്. നമുക്കവിടെ തയ്യൽ തുമ്പ് അധികം ഇല്ലാത്തതിനാലാണ് വെട്ടിയെടുക്കാത്തത് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് വേണമല്ലോ. അപ്പോൾ സ്ലീവിനായിട്ട് നമ്മുടെ സ്ലീവ് തന്നെ
കട്ട് ചെയ്തെടുക്കുക. ചുരിദാറിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ നിവർത്തി വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ആ ഒരു സ്ലീവ് നമ്മളങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി വരച്ച് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കണ കാരണം പിന്നെ അതിൽ പ്രത്യേകിച്ച് അളവെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ഷേപ്പിന് തന്നെ അങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഞാനത് 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നീളമുള്ള സ്ലീവാട്ടോ, ഒരു 16 ഇഞ്ച് ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ക്രോപ്പ് ടോപ്പ് പോലെ നമുക്ക് ഉപയോഗിക്കാം. ഇത് കണ്ടപ്പോഴാണ് എനിക്കൊരു ക്രോപ്പ് ടോപ്പ് പോലെ ഉപയോഗിക്കാമല്ലോ എന്ന് തോന്നിയത്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ ഒരു ഭാഗം. അപ്പോൾ 2 ഡ്രസ്സ് നമുക്കിതിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ആ ഷോൾഡറും ഒക്കെ ജോയിൻ ചെയ്ത് ഓൾറെഡി വെച്ചിരിക്കുന്നതാണല്ലോ. പിന്നെ നമ്മുടെ ആം ഹോളൊന്ന് ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ സ്ലീവ് ഞാനൊന്ന് കറക്റ്റായിട്ടൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെട്ടിയെടുത്തേച്ചാൽ മതി. പിന്നെ വേറെ ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്ത്. ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് ജോയിൻ ചെയ്തേക്കണ ഭാഗം നമ്മളൊന്ന് വിടുവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ ആ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ വലിയ അളവിൽ നിന്ന് ചെറിയ അളവാക്കി വെട്ടിയെടുത്തേക്കണല്ലേ, അപ്പോൾ സൈഡൊക്കെ ജോയിൻ ചെയ്തേക്കണ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് വെക്കണമല്ലോ, അപ്പോൾ ആ നെക്കിൻ്റെ ഉൾഭാഗത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ആ ഒരു പീസില്ലേ, ആ പീസ് എടുത്തിട്ട് അതുപോലെ തന്നെ ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിൽ വേറൊരു പീസും കൂടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കാത്തത്. എല്ലാ വീഡിയോസിലും തന്നെ നെക്കിൻ്റെ ആ ഒരു ഭാഗം വെട്ടിയെടുക്കണതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽഡായിട്ടൊന്നും പറയുന്നില്ല, ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ ആ പീസിൻ്റെ അരികെ 1/4 ഇഞ്ച് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്കിലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഞാനത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് നെക്ക് മാത്രമേ ഞാനിങ്ങനെ അടിച്ചെടുക്കുന്നുള്ളൂ, ഫ്രണ്ട് നെക്ക് ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ഫ്രണ്ടാണ്. ഫ്രണ്ടിൽ നമ്മളൊരു 2 ഇഞ്ചിൻ്റെ മാർക്കിങ് കൊടുത്തില്ലായിരുന്നോ, അതാണ് ആ കാണുന്നത്. അപ്പോൾ ആ മാർക്കിങ്ങിൽ നിന്ന് നമുക്ക് നേരെ മുകളിൽ നിന്ന്, അതായത് നെക്കിൻ്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗത്തു നിന്ന് ഒരു 8 ഇഞ്ച് താഴേക്ക് ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ആ 8 ഇഞ്ച് വരെ നമ്മൾ സ്ട്രെയിറ്റായിട്ട് നമ്മളവിടെ അടിച്ചെടുക്കണം. ബാക്കി താഴെ വരെ നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല, 8 ഇഞ്ച് വരെ മാത്രം അടിച്ചാൽ മതി. അവിടെ കൊണ്ടുവന്ന് നിർത്തുക. അപ്പോൾ നിവർത്തി വയ്ക്കുമ്പോൾ നമുക്കവിടെ 2 സൈഡിൽ നിന്ന് ഓരോ പ്ലീറ്റ് വരുന്നത് പോലെ കാണാനായിട്ട് സാധിക്കും. അപ്പം നെക്കിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കണ്ടോ, 2 സൈഡിൽ നിന്ന് ഒരു ബോക്സ് പ്ലീറ്റ് പോലെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കും നമ്മൾ ബാക്ക് നെക്ക് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം കണ്ടോ, നമ്മൾ 2 ഇഞ്ച് അടിച്ചില്ലേ, അത് നമ്മൾ 2 സൈഡിലേക്കും ആക്കി വെക്കുക. എന്നാലാണ് ആ പ്ലീറ്റ് മര്യാദയ്ക്ക് കിടക്കുകയുള്ളൂ. 2 സൈഡിലേക്കും വെച്ച് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഒരു സൈഡിലേക്ക് ആകുമ്പോൾ ആ പ്ലീറ്റ് ഒരു സൈഡിലേക്ക് കിടക്കുന്നത് പോലെ തോന്നും. ഒന്ന് പരത്തി വെക്കുക, അതായത് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ട് ഒന്ന് വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മുകളിൽ കൂടെ. അതാകുമ്പോൾ പിന്നെ മാറില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അങ്ങനെ വെച്ചിട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. അതും നെക്കയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് പതിച്ചടിക്കാം. പതിച്ചടിച്ചതിന് ശേഷം നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. പതിച്ചടിച്ച് കഴിഞ്ഞാലാണ് കേട്ടോ ആ നെക്കിൻ്റെ ആ ഒരു ഫിനിഷിങ് വരുള്ളൂ, നല്ല പതിഞ്ഞിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു പോളിസ്റ്റർ പോലത്തെ തുണിയൊക്കെ ആണെങ്കിൽ ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. അല്ലെങ്കിൽ അയൺ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ 2 സൈഡും എടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഷോൾഡറും അടിച്ചെടുത്തു. അതുപോലെ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ചെറിയ വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷോൾഡറിൻ്റെ ആ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇപ്പോൾ 2 സൈഡും ഒന്ന് ലെവൽ ചെയ്ത് ഫ്രണ്ട് കൈക്കുഴി ഞാനൊന്ന് ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് കുഴിച്ചൊന്ന് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ സ്ലീവ് അതേപടി വെച്ച് കൊടുക്കാം.
ഞാൻ പറഞ്ഞു സ്ലീവിൻ്റെ താഴ്ഭാഗം ആ ജോയിൻറ്റ് വന്നേക്കുന്ന ഒന്ന് വിടുവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും സ്റ്റിച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യണ പോലെ റൗണ്ടിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ സൈഡ് വിടുവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വിടുവിച്ചാൽ മതി, മൊത്തത്തിൽ അങ്ങനെ വിട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചൊക്കെ ഒന്ന് സ്റ്റിച്ച് അഴിച്ചെടുത്തതിന് ശേഷം ആം ഹോളിലേക്ക് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമ്മുടെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. കറക്റ്റ് എത്രയാണോ ആ ഒരു ചെസ്റ്റിൻ്റെ അളവ് നമ്മളവിടെ മാർക്ക് ചെയ്തേക്കണേന്ന് വെച്ചാൽ അതൊന്ന് കറക്റ്റായിട്ട് തെളിയിച്ച് വരച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.